AG VG വിനോദ് കുമാറിനെതിരായ വനിതാ SI-മാരുടെ പരാതി മെറിൻ ജോസഫ് IPS അന്വേഷിക്കും. പോഷ് ആക്ട് പ്രകാരമാണ് അന്വേഷണം നടത്തുക. തനിക്കെതിരായ പരാതി കെട്ടിച്ചമച്ചതാണെന്നും ഔദ്യോഗിക വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയതിനുള്ള പ്രതികാരമാണ് പരാതിയെന്നും വിനോദ് കുമാറിന്റെ വാദമുണ്ട്. റഹീസ് റഷീദ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റഹീസ് റഷീദ്, പോലീസ് സേനയിലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ആരായിരുന്നു എന്നുള്ളതായിരുന്നു വലിയ ചോദ്യം. ഇപ്പോൾ എന്തായാലും പേര് വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. പക്ഷേ വിനോദ് കുമാറിനും പറയാൻ ചില കാര്യങ്ങളുണ്ടെന്ന് തോന്നുന്നു. അന്വേഷണം ഏൽപ്പിച്ചിരിക്കുകയാണ് മെറിനെ. എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരം റഹീസ് റഷീദ്? ഇന്നലെ ഈ IPS ഉദ്യോഗസ്ഥൻ എന്ന് മാത്രമായിരുന്നു പറഞ്ഞിരുന്നത്. കാരണം അദ്ദേഹവും ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന ചില ഉദ്യോഗസ്ഥർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇനി ഏതെങ്കിലും തരത്തിൽ കെട്ടിച്ചമച്ച കേസും മറ്റുമാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് പറയണ്ടല്ലോ എന്ന് കരുതി. പക്ഷേ ഇന്ന് നമ്മൾ അദ്ദേഹത്തിന്റെ പേര് പറയാൻ കാരണം DGPക്ക് ഈ ആരോപണ വിധേയനായ പോലീസ് ADGPയുടെ ഓഫീസിലെ AIG ആയ VG വിനോദ് കുമാർ ഒരു പരാതി നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് അദ്ദേഹത്തിന്റെ പേര് പറയുന്നത്. 2 വനിതാ SI-മാർ നൽകിയ പരാതി എന്ന് പറയുന്നത് പത്തനംതിട്ട SP ആയി വിനോദ് കുമാർ ഉണ്ടായിരുന്ന സമയത്ത് അശ്ലീല മെസ്സേജ് അയച്ചു എന്നതാണ്. ഇതിൽ തിരുവനന്തപുരം DIG ആയ അജിത ബീഗത്തിനാണ് പരാതി നൽകിയത്. മൊഴി ഇന്നലെ ഇവരുടെ എടുത്തിരുന്നു. മൊഴിയിൽ 2 വനിതാ ഉദ്യോഗസ്ഥരും ഉറച്ചു നിൽക്കുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മെറിൻ ജോസഫ് IPSന് ഈ കേസ് അന്വേഷിക്കാനുള്ള ചുമതല അജിത ബീഗം നൽകിയിരിക്കുന്നത്. പോഷ് ആക്ട്, അതായത് തൊഴിലിടത്തെ ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ട നിയമപ്രകാരമുള്ള ഒരു അന്വേഷണമായിരിക്കും നടത്തുക. തുടർ നടപടികൾ അതിനുശേഷമായിരിക്കും ഉണ്ടാകുക. ഇതിനിടയിലാണ് DGP രവത ചന്ദ്രശേഖറിന് AIG VG വിനോദ് കുമാർ ഒരു പരാതി നൽകിയത്. അദ്ദേഹം പറയുന്നത് ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ വീഴ്ച സംഭവിച്ചപ്പോൾ അവർക്കെതിരായ ചില നീക്കങ്ങൾ, നടപടികൾ വകുപ്പ് തലത്തിൽ നടത്തിയിട്ടുണ്ട്. അതിന്റെ പ്രതികാരമാണ് എന്ന് മാത്രമല്ല 2 പരാതിയും ഒരു സിസ്റ്റത്തിൽ നിന്നാണ് വന്നത്. അതുകൊണ്ട് അതിൽ ഗൂഢാലോചന ഉണ്ട് എന്നതാണ് വിനോദ് കുമാറിന്റെ ന്യായം. ഓക്കെ, താങ്ക് യു റഹീസ് റഷീദ്. കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അന്വേഷണത്തിൽ നമുക്ക് കാര്യങ്ങൾ തെളിയുമല്ലോ. നെല്ലും പതിരും തെളിയും. അതുവരെ നമുക്ക് കാത്തിരിക്കാം.